പറയുന്നത് സർവ്വസാധാരണമാണ്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. എക്സാമ്പിൾസ് പറഞ്ഞു തരാം. റോക്കറ്റ് നമ്മൾ അയക്കുന്നത്, ബഹിരാകാശത്തേക്ക് അയക്കുന്ന റോക്കറ്റുകൾ, അതൊക്കെ പ്രൊജക്ടൈൽ മോഷനാണ്. അതുമാത്രമല്ല, ക്രിക്കറ്റ് ബാറ്റിൽ ഒരു ബോൾ വന്ന് ഇടിച്ച് അത് സിക്സറായി പോകുന്നത് പ്രൊജക്ടൈൽ മോഷനാണ്. ആൻഡ് അതേപോലെ തന്നെ ഫുട്ബോൾ കളിയിൽ കാലിൽ തട്ടിയിട്ട് ആ പന്ത് പോസ്റ്റിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഗോൾ അടിക്കുന്ന ആ ഒരു രംഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നല്ലോ. അതൊക്കെ പ്രൊജക്ടൈൽ മോഷന്റെ ഭാഗമാണ്. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ടൈലിന്റെ ചലനമാണ്. അപ്പോൾ എന്താണ് ഈ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. an object that is in flight after being thrown or projected is called projectile. object that is in flight, ഓൾറെഡി അതെന്താണ്, പറക്കലാണ്. ആ പറക്കാൻ കാരണമായത് എങ്ങനെയാണ്? ഒന്നല്ലെങ്കിൽ ത്രോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്തിട്ടോ ആയിരിക്കണം ആ വസ്തുവിന്റെ മോഷൻ സംഭവിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മോഷൻസിനെ പറയുന്ന പേരാണ് പ്രൊജക്ടൈൽ മോഷൻ. ഇനി നമുക്ക് പ്രൊജക്ടൈൽ മോഷന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡെറിവേഷൻസിലേക്ക് കടക്കാം. നമ്മൾ ഈ ഡെറിവേഷൻസിൽ 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. 1 ടൈം ഓഫ് ഫ്ലൈറ്റ്, 2 ഹൊറിസോണ്ടൽ റേഞ്ച്, മൂന്നാമത്തേത് മാക്സിമം ഹൈറ്റ് ദാറ്റ് എ പ്രൊജക്ടൈൽ ക്യാൻ ഹാവ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ബോർഡ് വർക്ക് വളരെ ശ്രദ്ധാപൂർവം കണ്ടിരിക്കുക. ആദ്യം കണ്ടുപിടിക്കേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. പ്രൊജക്ടൈൽ മോഷന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ബൈ ദ പ്രൊജക്ടൈൽ ടു റിട്ടേൺ ബാക്ക് ടു ദിസ് പൊസിഷൻ. അതായത് ഒരു പ്രൊജക്ടൈൽ ഒരു സ്ഥാനത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതിന് ജേണി അവസാനം എന്ത് ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ വന്നിരിക്കണം. ഓക്കെ, അപ്പൊ ആ ജേണിക്ക് എടുത്തിട്ടുള്ള സമയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഗ്രാഫ് യൂസ് ചെയ്തിട്ടാണ്. ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജക്ടൈൽ മോഷന്റെ ഗ്രാഫാണ്. ഇതാണ് എക്സും വൈ ആക്സിസും. ആൻഡ് നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒബ്ജക്റ്റ് നമ്മൾ പ്രൊജക്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. പ്രൊജക്ട് ചെയ്യിച്ചു, അതങ്ങനെ വന്നു. ഇതാണ് അതിന്റെ വെലോസിറ്റി, യു പറഞ്ഞ വെലോസിറ്റി. ഓക്കെ, അങ്ങനെ ഇത് പ്രൊജക്ട് ചെയ്യിപ്പിച്ചു. ആകാശത്ത് കൂടെ പോയിട്ട് എവിടെ എത്തി? ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെ എത്തി. നമുക്ക് പേര് കൊടുക്കാം, ഒ ബി എ എന്നൊക്കെ പേര് കൊടുക്കാം. ഹൊറിസോണ്ടൽ ലെവൽ ബിയിൽ പൊസിഷൻ തന്നെ എത്തിക്കഴിഞ്ഞു. അതായത് ഓയിൽ എങ്ങനെ ആയിരുന്നു ആ ഒരു ഒബ്ജക്റ്റ്, അത് തന്നെ അതിന് ജേണിക്ക് ശേഷം ബിയിലും ആയി തീർന്നു. അപ്പോൾ ഇതിനെടുത്തിട്ടുള്ള ഈ ഒരു ജേണിക്ക് എടുത്തിട്ടുള്ള ടൈമാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെലോസിറ്റിനെ നമ്മൾ റിസോൾവ് ചെയ്യാം. ഈ വെലോസിറ്റി റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്പോണൻറ്റുകളാക്കി മാറ്റുക. അപ്പോൾ ഇവിടെ നോക്കാം, ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കമ്പോണൻറ്റ് കിട്ടും, അതേപോലെ വൈ ആക്സിസിൽ ഒരു കമ്പോണൻറ്റ് കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രൊജക്ടൈൽ ഈ ഹൊറിസോണ്ടൽ ലെവലുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെയുള്ള കമ്പോണൻറ്റ് എന്തായിരിക്കും? യു കോസ് തീറ്റ ആയിരിക്കും കേട്ടോ. എപ്പോഴും ബേസിലുള്ള ആംഗിൾ എപ്പോഴും കോസ് തീറ്റ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ യുടെ വാല്യൂ യു കോസ് തീറ്റ ആയിട്ട് കിട്ടും. ഇനി ഈ ഭാഗത്തുണ്ടാകുന്ന ആംഗിൾ, ഈ ഭാഗത്തുണ്ടാകുന്ന കമ്പോണൻറ്റ് അതെന്തായിരിക്കും? യു സൈൻ തീറ്റ. ഓക്കെ, യു സൈൻ തീറ്റയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു വെലോസിറ്റി കമ്പോണൻറ്റിനെ, നമ്മുടെ പ്രൊജക്ടൈലിൻ്റെ വെലോസിറ്റിനെ 2 കമ്പോണൻറ്റുകളാക്കി മാറ്റി, യു കോസ് തീറ്റയും യു സൈൻ തീറ്റയും. ഓക്കെ, ഇനി കണ്ടെത്തേണ്ടത് ഈ ഒരു പൊസിഷനിലുള്ള അവരുടെ ഡിസ്പ്ലേസ്മെൻറ്റുകളാണ്, നമ്മുടെ പ്രൊജക്ടൈലിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റുകളാണ്. അപ്പോൾ എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ എഴുതാം? എക്സ് ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് പൊതുവെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? നമ്മൾ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ, ഇങ്ങനെയാണ് എഴുതുക. ഈ സെയിം ഫോർമുല തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലുള്ള വെലോസിറ്റിയുടെ കമ്പോണൻറ്റ് അതെന്താണ്? യു കോസ് തീറ്റ, അത് ഇൻറ്റു ടൈം. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. വൈ ആക്സിസിലെ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൈ ആക്സിസിലാണ് ഈ ഒരു പ്രൊജക്ടൈൽ എന്ത് ചെയ്യുന്നത്? പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടത് അല്ലേ, ഒരു പാരാബോളിക് പാത്ത് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ള ഫോർമുല പ്രകാരം എഴുതാം.
ഓക്കെ. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന ഫോർമുല പ്രകാരം എഴുതാം. അപ്പം നമ്മൾ ഈ ഫോർമുല പ്രകാരം എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എഴുതുന്നത് നോക്കാം. ഇവിടെ യുടെ സ്ഥാനത്ത് വൈയുടെ കമ്പോണന്റ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. യു സൈൻ തീറ്റ ഇൻറ്റു ടി പ്ലസ് നമ്മൾ അവിടെ ഇടുന്നില്ല, കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ എന്താണ്, ഡൗൺവേർഡ് ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ ഡൗൺവേർഡ് ആണ് ഡയറക്ഷൻ. അതുകൊണ്ട് ഇവിടെ മൈനസ് ജി ടി സ്ക്വയർ ആണ് വരിക. ഇക്വേഷൻ നമ്പർ 2 മനസ്സിലായോ കുട്ടികളെ? y ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻസ് ഒക്കെ ആണ് ഇപ്പോൾ കണ്ടെത്തിയതെന്ന് അർത്ഥം. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടെത്താൻ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രൊജക്ടൈൽ മോഷനിൽ ഈ വൈ ആക്സിസ് ഉള്ള ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. ഓക്കെ, വൈ ആക്സിസ് ഉള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് ജേർണി കഴിഞ്ഞിട്ട് ആ ഒരു ഒബ്ജക്റ്റ് ബിയിലെത്തുമ്പോൾ ഉണ്ടാകിയെടുക്കുന്ന സമയത്തിനാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഒന്ന് നോക്കി, ഈ ഒരു കംപ്ലീറ്റ് ജേർണി കഴിഞ്ഞിട്ട് ബിയിലെത്തുമ്പോൾ അതിന് ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, ബിയിലെ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ? ബിയിലെ ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ പ്രൊജക്റ്റിൽ ഇരിക്കുന്നത്. അതേസമയം നമുക്ക് ഇവിടെയുള്ള ടിക്ക് നമ്മൾ ക്യാപിറ്റൽ ടി ആയിട്ട് കൊടുക്കാം. അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ സെക്കൻഡ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി മൈനസ് ഹാഫ് ജി ക്യാപിറ്റൽ ടി സ്ക്വയർ. ഒരു ഇക്വേഷൻ കിട്ടിയല്ലോ. യെസ്, 0 ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഇനി ഒന്നുമില്ല, ഈ ഇക്വേഷൻസിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മായ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റീഅറേഞ്ച് ചെയ്യാണ്. ഇവിടെ നോക്കുക, ഹാഫ് ജി ടി സ്ക്വയറിനെ ഞാൻ വലത്തോട്ട് കൊടുന്നു ഈക്വൽ ടു ഇവിടെ എന്തുണ്ട്, യു സൈൻ തീറ്റ ഇൻറ്റു ക്യാപിറ്റൽ ടി ഉണ്ട്. ഓക്കെ, ഈ ഒരു ടിയും ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ടിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ യു സൈൻ തീറ്റ ബൈ ജി. ഓക്കെ, 2u sin തീറ്റ ബൈ ജി ആയിട്ട് നമുക്ക് ആ ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ ടൈം ഓഫ് ഫ്ലൈറ്റ് ഇക്വേഷൻ എന്താ കിട്ടിയത്, ടി ഈക്വൽ ടു 2u sin തീറ്റ ബൈ ജി. ഇതാണ് പ്രൊജക്ടൈലിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ. ഈ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ടി സ്റ്റാൻഡ് ഫോർ ദി ടൈം ഓഫ് ഫ്ലൈറ്റ്, യു സ്റ്റാൻഡ് ഫോർ ദി വെലോസിറ്റി ഓഫ് ദാറ്റ് പ്രൊജക്ടൈൽ in the y-axis and g stand for the acceleration due to gravity. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. കാണാപ്പാടമെങ്കിൽ കാണാപ്പാടമായിട്ട് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക ഈ ഒരു ഇക്വേഷൻ, കാരണം പ്രോബ്ലത്തിലൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ 0 എന്നുള്ള ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ബിയിലേക്കാണ് നമ്മുടെ പ്രൊജക്റ്റിൽ എത്തിയത് അല്ലേ. അപ്പോൾ ഈ എടുത്തിട്ടുള്ള ഈ ദൂരത്തിനാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് OB കവേർഡ് ഡ്യൂറിങ് ദി ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ ഒരു യാത്ര, ഈ അടുത്തിൽ ഈ ഒബ്ജക്റ്റ് കവർ ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ചിനെ ഇതിന് നമ്മൾ അടയാളപ്പെടുത്തുക R എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് നമ്മൾ ഡിസ്റ്റൻസിനായിട്ട് എടുക്കുന്ന ഫോർമുല. ഇപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് ഏതാണ്, US cos തീറ്റ കമ്പോണൻ്റ് ആണ്. അപ്പോൾ U cos തീറ്റ. ഓക്കെ,
യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. എന്താണ് അതിൻ്റെ ഇക്വേഷൻ? 2u സൈൻ തീറ്റ ബൈ ജി. ടേമുകൾ എഴുതിയില്ലേ? ഇനി നമുക്ക് ഇതിൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് 2 ഇൻറ്റു യു സ്ക്വയർ. കാരണം ഇവിടെ ഒരു യു ഉണ്ട്, ഇവിടെ ഒരു യു ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു സ്ക്വയർ കിട്ടും. പിന്നെ കോസ് തീറ്റ സൈൻ തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ ജി ആണ്. 2u സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ ജി ആണ് കിട്ടുന്നത്. അതായത് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയ്ക്ക് തുല്യമാണ്. 2 കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റയ്ക്ക് തുല്യമാണ്. നമുക്ക് ഈ ഒരു ഇക്വേഷൻ എങ്ങനെ എഴുതാം? യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്താണ്? യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ. ഇവിടെ യു എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദാറ്റ് പ്രൊജക്ടർ in the direction or it is on the x-axis, and sin 2 theta ആണ് value, then divided by g is the acceleration due to gravity. ഇനി അടുത്ത ചോദ്യം, ഈ ഹൊറിസോണ്ടൽ റേഞ്ചിൽ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? മാക്സിമം ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ വാല്യൂ 1 ആവാം. ഈ ടോട്ടൽ വാല്യൂ 1 ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈൻ 2 തീറ്റ ടേം എന്തായിട്ട് തീരണം? 1 എന്നുള്ള വാല്യൂ ആയിട്ട് തീരണം. അപ്പോൾ കുട്ടികളെ ഇവിടെ ശ്രദ്ധിക്കുക, സൈനിന് 2 ഇൻറ്റു 45, അതായത് സൈൻ 90 ആകുമ്പോഴാണ് സൈനിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത്. ഓക്കെ, സോ വെൻ ആംഗിൾ ഈസ് 45, ആർ ഈസ് മാക്സിമം. ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആകുന്ന ആംഗിൾ എന്ന് പറഞ്ഞത് എപ്പോഴാണ്? വെൻ തീറ്റ ഈസ് 45. അതുകൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ഒരു തീറ്റ നമ്മൾ ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്ന ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റിന് മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ആർ മാക്സിമം ഈസ് വെൻ തീറ്റ ഈസ് 45. സോ ദിസ് ഈസ് ദി ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പം ഹൊറിസോണ്ടൽ റേഞ്ച് നമ്മൾ കണ്ടുപിടിക്കണമെന്ന് മുൻപ് തന്നെ ടൈം ഓഫ് ഫ്ലൈറ്റും കൂടി കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് മനസ്സിലായല്ലോ. അതാണ് പറഞ്ഞത് ഈ പ്രൊജക്ടൈൽ മോഷൻസിൻ്റെ ഡെറിവേഷൻസ് 1-to-1 റിലേറ്റഡ് ആണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞിട്ട് വെലോസിറ്റിൻ്റെ ടൈം ഇക്വേഷനാണ് കൊടുത്തത്. ഇവിടെ വെലോസിറ്റി കമ്പോണൻറ്റ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കൊടുത്തു. ഇനി അതിനെ റീഅറേഞ്ച് ചെയ്തു. റീഅറേഞ്ച് ചെയ്തപ്പോൾ 2 കോസ് തീറ്റ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 2 തീറ്റ എന്ന് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമുല തന്നെ ഇവിടെ യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആയിട്ട് കിട്ടി. ഓക്കെ, ആ ഒരു ഫോർമുല പഠിച്ചിരിക്കുക. കൂടാതെ ആറ് മാക്സിമം ആവുന്ന കണ്ടീഷൻ വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 45 ആണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, പ്രൊജക്ടൈൽ മോഷൻ്റെ മൂന്നാമത്തെ ഡെറിവേഷൻ പാർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ഡെറിവേഷനിൽ നമ്മൾ ചെയ്യുന്നത് മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ കണ്ടെത്താണ്. നമ്മുടെ പ്രൊജക്ടൈലിൽ ഉണ്ടായിട്ടുള്ള ആ ജേണിയിൽ ത്രൂ ഔട്ട് ജേണിയിൽ ഉണ്ടായിട്ടുള്ള മാക്സിമം ഹൈറ്റ് എവിടെയെന്നുള്ള കാര്യം നിങ്ങൾ ഈ ബോർഡിൽ നോക്കുക. ഈ ബോർഡിലെ ഗ്രാഫിൽ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എവിടെ വരുന്നത്? ഈ പോയിന്റിൽ. അത് നമുക്ക് സി എന്ന പേര് കൊടുക്കാം. ഈ ഒരു പോയിന്റിലാണ് മാക്സിമം ഹൈറ്റ് കിട്ടുന്നത്. എങ്കിൽ ഈ മാക്സിമം ഹൈറ്റ് കിട്ടാനുള്ള ഫോർമുല എന്താണെന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്ടൈൽ കണ്ടെത്തണം. ഈ ഒരു പ്രൊജക്ടൈലിന് ഉണ്ടാകുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സി പറഞ്ഞ പോയിന്റിലാണ്. നിങ്ങൾ നോക്കുക, ഹൊറിസോണ്ടലിൽ നിന്ന് സി എന്ന പോയിന്റിലേക്കാണ് മാക്സിമം ഹൈറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ കണ്ടെത്തണം. വി ആർ സോ ഫൈൻഡിങ് ഇറ്റ് ബൈ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ പ്രകാരമാണ് നമ്മൾ ആ ഇക്വേഷൻസ് കണ്ടെത്തുന്നത്. ന്യൂട്ടൻ്റെ ചലന നിയമ പ്രകാരം ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ഓർമ്മയല്ലേ? ഉണ്ട്. ഈ ഇക്വേഷൻ പ്രകാരമാണ് നമ്മൾ ആ മാക്സിമം ഹൈറ്റ് കണ്ടെത്തുന്നത്. ഇവിടെ യു പറഞ്ഞത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. നമ്മുടെ പ്രൊജക്ടൈലിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, യു സൈൻ തീറ്റ. പിന്നെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് അറ്റ് പോയിന്റ് സിയിലെ വെലോസിറ്റി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 ആണ്. ഓക്കെ, 0 ആയിട്ട് എടുക്കുന്നു. ആക്സിലറേഷൻ എന്ന് പറയുന്നത് -g ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഡിസ്പ്ലേസ്മെന്റ്
ഡിസ്പ്ലേസ്മെന്റ് ആണ് എസ്, എന്താണ് അതാണ് എച്ച് കണ്ടെത്തേണ്ടത്. ഇനി ഈ വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും 0 ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. ഓക്കെ, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh വരും. ഇനി നമ്മൾ 2gh-നെ റൈറ്റ് സൈഡിലേക്ക് എഴുതുക, ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇതിന് എച്ചിൻ്റെ വാല്യൂ കണ്ടെത്തേണ്ടത്. എച്ചിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടെത്തും? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊജക്ടറിൻ്റെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എച്ച് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. ആ ഫോർമുല മറക്കരുത്, കാരണം അപ്ലിക്കേഷൻസ് ഒരുപാടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രൊജക്ടൈലിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്താണെന്ന് പറഞ്ഞു. അതിൽ പ്രൊജക്ടൈൽ മോഷൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെത്തുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ തന്നിട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ ആവർത്തിച്ച് എഴുതി പഠിക്കുക. മോർ ഓവർ ഫോർമുലകളൊക്കെ ഒരു സെപ്പറേറ്റ് പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് റിസൈറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ അത് ആവർത്തിച്ച് വായിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫോർമുലാസുകളെല്ലാം നിങ്ങളുടെ ബ്രെയിനിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, സോ ഓൾ ദി ചിൽഡ്രൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.